ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒത്തിരി നാളായി ഞങ്ങൾ വീഡിയോകളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് ആണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നോടുന്ന് ഞങ്ങൾ. ഇപ്പം ഞാൻ എന്താ പറയുക, കുറച്ച് ആശുപത്രി കേസുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. സച്ചുവിനും എനിക്കും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഒന്ന് പിടിച്ചിടാനോ ഒന്നിനും ടൈം കിട്ടിയില്ല. അപ്പോൾ അതെ, ഞങ്ങളൊരു സച്ചുവിൻ്റെ അമ്മായി, രണ്ടാമത്തെ അമ്മായി ഒരു കട തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ആ കട ഞങ്ങൾ ഒന്ന് വീഡിയോ എടുത്തു യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കടയുന്നത് ഷൈന ഇടയുന്ന കട, ഷൈന എന്നാണ് പേര്. പിന്നെ എന്താണ് പറയാൻ, നിങ്ങൾക്ക് സ്നേഹതീരത്തിൻ്റെയും ഓപ്പോ ബീച്ചിൻ്റെയും നടുക്കിലായിട്ടാണ് ഈ കട വർക്ക് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഓപ്പോ ബീച്ചിൽ വരുമ്പോഴും സ്നേഹതീരത്ത് വരുമ്പോഴും വന്നാൽ വെള്ളം, ജ്യൂസ്, ചിപ്സുകൾ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അല്ലാത്ത നല്ല റേറ്റ് കുറവാണ്. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഫുഡിൻ്റെ പരിപാടി അവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞവർ. അതെ, അതെല്ലാവരും ഇതേ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള തരപ്പാട്. അമ്മായിയും മാമനാണ് നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചു ഇതേ മുന്തിരിയും കൽക്കണ്ടമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു. അവരെ അയലക്കാരെല്ലാവരും എല്ലാവരും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച്, ചായ ഇതായിരുന്നു, സമൂസയും ചായയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കട. എന്ന് വെച്ചാൽ ചെറിയ കടയാണെങ്കിലും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. ആ കാരണം കൊണ്ട് കണ്ടോ, നല്ല ഇതുള്ള സ്ഥലങ്ങൾ, നല്ല ബിസ്ക്കറ്റുകളും കിട്ടും, ചിപ്സുകളും കിട്ടും കേട്ടോ. വന്നവരെല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു, എല്ലാവരും ചായ കുടിക്കുകയും ചെയ്തു. എല്ലാവർക്കും നല്ല സന്തോഷമായി. അങ്ങനെ ഉണ്ടോ. സച്ചിൻ്റെ അമ്മായിയും മാമനൊക്കെ നിൽക്കണം. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ. അപ്പോൾ സച്ചിനെ കൊണ്ടാണ് ആദ്യമായിട്ട് കൈനീട്ടം മേടിക്കുന്നത്. അപ്പോൾ അതിന് അതേ സച്ചു അവിടെ നോക്കിയെടുക്കുക, ബിസ്ക്കറ്റ് ഏതെടുക്കണം, എല്ലാ സാധനങ്ങളും ഏതാണ്ട് നോക്കിയെടുക്കാൻ പറഞ്ഞിട്ട് ഇത് നിൽക്കുന്നുണ്ട്. അതെ, സച്ചുവിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തർ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ഒത്തിരി സാധനങ്ങളൊക്കെ ചിലവായി. ചെറുതായിട്ടൊരു ജലദോഷം വന്നു അതിൻ്റെ ഇടയിൽ, അത് കാരണം കേട്ടോ. ഇത് സച്ചിൻ്റെ അമ്മായിയാണ് കേട്ടോ, രണ്ടാമത്തെ അമ്മ. കടയുടെ ഉടമസ്ഥന് ഷൈന എന്ന് പറഞ്ഞത്. മൂത്ത ചേച്ചീനെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞങ്ങൾക്ക് എന്ത് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുന്ന നളിനിയമ്മയാണ്. ഇത് മൂത്ത ചേച്ചി കേട്ടോ, ഷാലി എന്നാണ് പേര്. അപ്പോൾ ഷാലി ചേച്ചി മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുക അവിടെ നിന്നിട്ട് മൂപ്പരാൾ. അപ്പോൾ ഞാൻ എന്നെ കാണാൻ പറ്റുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് എന്നെ കാണിക്കാൻ പറ്റുന്നില്ല. സച്ചിൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നണ്ണിയമ്മ മേടിക്കുന്നുണ്ട്. നണ്ണിയമ്മ ബിസ്ക്കറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള വൈശാഖാണ് അത് കേട്ടോ. വൈശാഖ് കുറച്ച് സാധനങ്ങൾ അതുപോലെ തന്നെ വാങ്ങിച്ചു. പിന്നെ ഇത് ഷൈനയുടെ നാത്തൂൻ്റെ മോളാണ്, മഞ്ജു എന്നാണ് പേര്. അത് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ടത്, നെല്ലിക്ക, ക്യാരറ്റ്, മാങ്ങ, പൈനാപ്പിൾ, എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും, നമുക്ക് വിശ്രമിക്കാനും ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട് നമുക്ക്. അപ്പോൾ ബീച്ച് കാണാൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹതീരം കാണാൻ വരുമ്പോഴും ഓപ്പോ ബീച്ച് കാണാൻ വരുമ്പോഴും എന്തായാലും അവിടെ വന്ന് ചായയും കുടിക്കണം, വെള്ളം കുടിക്കണം കേട്ടോ എല്ലാവർക്കും.
ഓല കൊണ്ടുള്ള കടയാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സുഖമാണ് ഇരിക്കാനും കട നടത്താനും നല്ല സുഖമാണ് അവിടെ. അങ്ങനെ ചൂട് അധികം അറിയില്ല, ഓലായതുകൊണ്ട് ചൂട് അധികം അറിയുന്നില്ല. അവിടെ കുറേ ആൾക്കാർ അയലക്കാരൊക്കെ വന്നിട്ടുണ്ട്. നല്ല അയലക്കാർ, നല്ല സ്നേഹമുള്ളവരാണ്. നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചാലും അപ്പോൾ വരും അവർ നമുക്ക്. അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ ചെറിയ ചെറിയ പിള്ളേരുകളൊക്കെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോയി. ഇപ്പോൾ എൻ്റെ ആങ്ങളെയാണ് നിൽക്കുന്നത്, വിനു. ഇതൊക്കെ ഓരോരുത്തർ ഞങ്ങളുടെ അടുത്ത അയലക്കാരൊക്കെയാണ്. അപ്പം എല്ലാവരും ചായ കുടിയിലാണ്. നാത്തൂനും 2 നാത്തൂന്മാരത്. പിന്നെ ഇതൊക്കെ അവരെ വീടിൻ്റെ